ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് സഞ്ജുവിനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഗോവയ്ക്കെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിനിടെ പൂജ്യനായി പുറത്തായ സഞ്ജു ഡ്രസ്സിംഗ് റൂമിൽ ബാറ്റ് നിലത്തടിച്ചു. പിന്നീട് ടീം മാനേജ്മെന്റിനെ അറിയിക്കാതെ പുറത്തുപോയ സഞ്ജു രാത്രിയാണ് മടങ്ങിയെത്തിയത്. മത്സരം പുരോഗമിക്കുന്നതിനിടെയുള്ള സഞ്ജുവിന്റെ നടപടി ടീം മാനേജ്മെന്റും കോച്ചും സെലക്ടർമാർക്ക് റിപ്പോർട്ട് ചെയ്തു. ആന്ധ്രയ്ക്കെതിരായ അടുത്ത മത്സരത്തിലും മോശം ഫോം തുടർന്ന സഞ്ജുവിന് ത്രിപുരയ്ക്കെതിരായ മത്സരത്തിൽ അവസരം നൽകിയില്ല. ഇതോടെ പരിക്കാണെന്ന് കാട്ടി നാട്ടിലേക്ക് മടങ്ങാൻ സഞ്ജു അനുവാദം ചോദിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് KCA പ്രസിഡന്റ് TC മാത്യുവിനെ സഞ്ജുവിന്റെ പിതാവ് ഫോണിലൂടെ അസഭ്യം പറഞ്ഞതെന്നാണ് KCA വൃത്തങ്ങൾ ആരോപിക്കുന്നത്. മുൻ താരങ്ങളും മാച്ച് റഫറിമാരുമായ S. രമേശൻ, രംഗനാഥൻ എന്നിവരടങ്ങിയ 4-അംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. പ്രാഥമിക നടപടി എന്ന നിലയിൽ സഞ്ജുവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ആരോപണം തെളിഞ്ഞാൽ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾ സഞ്ജുവിന് നേരിടേണ്ടി വരും. നിലവിൽ ഏകദിന ടീമിലേക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് സെലക്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട്. കട്ടക്കിൽ കേരള ടീമിനൊപ്പമുള്ള സഞ്ജുവിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ജെ. മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.